അല്ല ഇവനെന്ത് ഈ അടിയിൽ കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല അറിയാത്തോണ്ട് ചോദിക്കുക, ഇവരെന്താ ചിരി നിർത്താൻ പറ്റുന്നില്ല? എന്തോ വലിയ കോമഡി പരിപാടിയൊക്കെ കാണുന്ന പോലെയാണല്ലോ ഇവന്റെ ചിരി കണ്ടാ തോന്നാ. പണിക്കര് കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലേ? പിന്നെ അത് അങ്ങാടിപ്പാട്ടല്ലേ. എന്തായാലും ഇവൻ ഇതേപോലുള്ള അടുത്തൊരു വീഡിയോ കൂടി ഉണ്ട്, നമുക്ക് എന്തായാലും ആ കൂടി ഒന്ന് കണ്ടോക്കാം. 3 വയസ്സുകാരി സൂഹി സഹ കാണാനില്ല. അച്ഛൻ റൌഫ് മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിന് പുറത്ത് 2 ദിവസമായി കാത്തിരിക്കുകയാണ്. പൊന്നുമോളെ കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന പ്രതീക്ഷിച്ച്. ആരും തിരക്കൊന്നുമില്ലായിരുന്നു ഇവിടെ. മോർച്ചറിയിലും പിന്നെ കമ്മ്യൂണിറ്റി ഹാളിലുള്ള വെച്ച് തന്നു. അപ്പോൾ എല്ലാം വളരെ വിശദമായിട്ട് പോയി പരിശോധിച്ച് നോക്കി ഞങ്ങളെല്ലാം. എന്തിനാടാ ഈ പെര കത്തുമ്പോൾ വാഴ വെട്ടുന്ന സ്വഭാവം കാണിക്കുന്നത്? എന്ത് ഗോഷ്ഠിയും കാണിച്ച ആളുകളെ ആകർഷിക്കുന്നത് ഒരു അന്തസ്സിന് ചേർന്നല്ല. ഈ പയ്യൻ വയനാട് ഇൻസിഡൻറ്റിൻ്റെ വീഡിയോസ് വെച്ചിട്ട് വീഡിയോ ചെയ്യാണ്. ഇതിനടിയിൽ ഇവൻ ചിരിക്കുക. കടയാടി മോനെ. അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായിരിക്കാം, പക്ഷേ ആ സംസ്കാരമൊക്കെ കയ്യിൽ വെച്ചിരുന്നാൽ മതി. മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം തിരിച്ചു തരും. ഇങ്ങനെ വയനാടിനെ സംബന്ധിച്ച് വന്നിട്ടുള്ള ഓരോ ന്യൂസിലും ഇവൻ ഇതുപോലെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. എലിവിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലുക. നമ്മൾ എന്ത് വന്നു കഴിഞ്ഞാലും നമ്മൾ അതിജീവിക്കുന്നൊക്കെ പറഞ്ഞ് അഹങ്കരിക്കുമ്പോഴും ഇതുപോലത്തെ ഈ കോടികളിൽ ഒന്നൊക്കെ പറയാൻ വേണ്ടി വരും. ഇതുപോലത്തെ മരവാഴകൾ ഉണ്ടാവും നമ്മുടെ നാട്ടില്. ഓ എന്ത് ദ്രോഹം ചെയ്തെന്നല്ലേ. അവരവരെ കരച്ചിൽ കണ്ട അവന് സൂപ്പറാണ്, അവന് കിടിലമാണ്. എന്തിനാണ് ഇങ്ങനെ ഭൂമിക്ക് ഭാരമായിട്ട് ഇങ്ങനെയുള്ളവന്മാരെ പടച്ചു വിടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ചവിട്ടി നട്ടല് ഞാൻ ഓടിക്കും. നിനക്കൊക്കെ 10 പൈസയുടെ വിവരം ഉണ്ടോടാ. ഇത്തരം ആൻറ്റി സോഷ്യൽസിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഒരു സംസ്കാരം എന്ന് കരുതരുത്. ഇത്തരം ആൻറ്റി സോഷ്യൽസിനെ നമ്മൾ, സാമൂഹ്യ വിരുദ്ധന്മാരെ നമ്മൾ നിരുത്സാഹപ്പെടുത്തണം. അതുമാത്രം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഞങ്ങൾ ഇവിടൊക്കെ ഇരുന്നാ ഞങ്ങൾ പഠിപ്പിക്കുന്നത്, ഇവിടെ എല്ലാം ഇരുന്ന് പഠിപ്പിക്കും. ഈ ഇത്രയും വലിയ ദുരന്തത്തിൽ ബാധിക്കപ്പെട്ടിട്ടുള്ളവരാ ഫീലിങ്സുകളെ കളിയാക്കിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ട് അവൻ വീഡിയോ ചെയ്തിരിക്കുന്നത്. തന്റെ കാര്യം കുറച്ച് കുഴപ്പത്തിലാണല്ലോ. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവേൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. കറക്റ്റ് ഇവൻ ഈ പറഞ്ഞ എന്താ പറയുക, ഇങ്ങനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൽ 10 പേര് വന്ന് തെറി വിളിക്കുന്നു, അത് ഇഷ്യൂ ആവുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ ഇട്ടിട്ടുള്ള പോലെ എനിക്ക് തോന്നുന്നു. ആ കൂട്ടത്തിൽ അങ്ങനെയെങ്കിലും എൻ്റെ വീഡിയോ എങ്ങനെയുടെ ഇതൊക്കെ സാധിക്കണേ, എങ്ങനെയുടെ ഇത് സാധിക്കണേന്ന് മനസ്സിലാവാത്തത്. അന്തരാസ് കൂന്തരാസ് അവന്റെ അമ്മേരെ തള്ളേ കലിപ്പ് തീരണില്ലല്ലേ. ഈ പണി സ്റ്റീഫൻ ചെയ്യില്ല, നീയും ചെയ്യില്ല. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.